Hello everyone, welcome to Botany Bunny. കേരള പി എസ് സി ബയോളജിസ്റ്റ് എന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ സെഷനുമായിട്ടാണ് ഇന്ന് ബോട്ടണി വണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അനിമൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ കൂടെ തന്നെയുള്ള ബെൽ ബട്ടൺ അമർത്തുക, അവിടെ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതുകൂടാതെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സും അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിനെ പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലും ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പബ്ലിക്കായ ഒരു ചാനലാണ്. ബോട്ടണി ബണ്ണ് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ബയോളജിസ്റ്റിനായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ടോട്ടൽ നമ്മൾ 600+ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ കേരള പി എസ് സി പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷൻസ് ആയിരിക്കും ബയോളജിസ്റ്റിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ബയോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നിരിക്കുന്ന നമ്പറിലോട്ട് അയക്കുകയും അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും കൂടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് സെഷൻസ് കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ എക്സാം ഉള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലൂടെ പഠിച്ചു പോകാനാണ് നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു പോർഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഒരു പോർഷൻസ് കൂടുതൽ സ്ട്രെങ്തോടുകൂടി പഠിക്കാനായിട്ട് ഈ ഒരു ക്വിസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതിൽ ഒരു തരത്തിലും ഡൗട്ട് വേണ്ട. ഉടനെ തന്നെ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങുക. Cellular level of organization is exhibited by option A platyhelminthes, option B coelentrates, option C echinoderms, option D sponges. So cellular level of organization കാണിക്കുന്നത് sponges ആണ്. So option D sponges ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അനിമൽ കിങ്ഡത്തിൽ വരുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ അനിമൽസ് ഒക്കെ ബിലോങ് ചെയ്യുന്നത് ഫൈലം പോറിഫെറയിലാണ്. വേർഡ് സൂചിപ്പിക്കുന്ന പോലെ പോറിഫെറ എന്നാൽ പോർ ബിയറിംഗ് അല്ലെങ്കിൽ പോർ ബിയറിംഗ് സ്പീഷീസ് എന്നാണ്. ഇനി നമുക്കറിയാം പല ലെവൽ ഓഫ് ഓർഗനൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെൽസ് കൂടിച്ചേരുമ്പോൾ അതിന് നമ്മൾ സെല്ലുലാർ ലെവൽ എന്നും, സെൽസ് എല്ലാം കൂടിച്ചേർന്ന് അത് ടിഷ്യൂ ആകുമ്പോൾ അതിന് ടിഷ്യൂ ലെവൽ എന്നും, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻ ലെവൽ ആവുകയും ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ലെവൽ ആവുകയും ചെയ്യുന്നുണ്ട്. ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നത് സീലൻഡ്രേറ്റ്സുകളാണ്. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് മെമ്പേഴ്സ് ഓഫ് പ്ലാറ്റിഹെൽമിന്തസ് ആൻഡ് അതർ ഹയർ ഫൈലയൊക്കെയാണ്. ഇനി ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് അനലിഡുകളും ആർത്രോപോഡ്, മൊളസ്ക്, അതുപോലെ എക്കൈനോഡേംസ്, കോർഡേറ്റ ഇവരൊക്കെ കാണിക്കുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. In case of poriferans, the spongious seal is lined with the flagellated cells which is called as option A ostia, option B oscula, option C choanocytes, option D mesenchymal cells. So porifera ഗ്രൂപ്പിൽ വരുന്ന സ്പോഞ്ചിയോസ് സീൽ എന്നതിനെ ലൈൻ ചെയ്യുന്ന ഫ്ലജലേറ്റഡ് ആയ സെല്ലിനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ സി കോവാനോസൈറ്റ്സ് ആണ്. ഓപ്ഷൻ സി കോവാനോസൈറ്റ്സ് ആണ് ശരിയായ ഉത്തരം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതാണ് കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളാണ്. ഇവർക്ക് സിംഗിൾ ഫ്ലജലം ആണ് ഉണ്ടായിരിക്കുക. and they are surrounded by net like collar of microvilli and കോവാനോസൈറ്റ്സ് പരസ്പരം ജോയിൻ ചെയ്തിട്ടാണ് കോവാനോഡെർം ഫോം ചെയ്യുന്നത്. അവർക്ക് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് ഫങ്ഷൻസ് ഓഫ് കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. Dash has an incomplete digestive system. Option A platyhelminthes, option B humans, option C fishes, option D reptiles. ഇൻകംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം ആർക്കാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പ്ലാറ്റിഹെൽമിന്തസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്.
ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ പ്ലാറ്റിഹെൽമിന്തസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ് ഉണ്ടായിരിക്കുക. ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ മൗത്ത് ആയിട്ടും ആനസ് ആയിട്ടും ഒരേ ഒരു ഓപ്പണിംഗ് ആണ് പ്ലാറ്റിഹെൽമിന്തസിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഓപ്പണിംഗ് ആണ് ഉണ്ടായിരിക്കുക. മൗത്തും അതുപോലെ ആനസും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഉണ്ടായിരിക്കുക. സോ പ്ലാറ്റിഹെൽമിന്തസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റ ഓപ്പണിംഗ് ആണ്. ഫുഡ് ക്യാപ്ചർ ചെയ്യാനും അതുപോലെ വിസർജിക്കാനും അവർക്കുള്ളത് ഒരേ ഒരു ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് അവർക്കുള്ളത് എന്താണ്? ഇൻകംപ്ലീറ്റ് ആയ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പ്ലാറ്റിഹെൽമിന്തസിന് ഉണ്ടായിരിക്കുന്നത്. റേഡിയൽ സിമിട്രി is not shown by option A coelentrates, option B ctenophores, option C echinoderms, option D sponges. റേഡിയൽ സിമിട്രി ഇതിൽ കാണിക്കാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഡി സ്പോഞ്ചസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അനിമൽസിനെ നമുക്ക് ബേസ്ഡ് ഓൺ ദിയർ സിമിട്രി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അസിമെട്രിക്കൽ, റേഡിയൽ സിമിട്രി, അതുപോലെ ബൈലാറ്ററൽ സിമിട്രി ആണ്. സോ അസിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ സ്പോഞ്ചസ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. സ്പോഞ്ചസ് എന്ന് പറയുമ്പോൾ ഇവരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്ലെയിൻ വഴിയായിട്ട് ഡിവൈഡ് ചെയ്താലും സെന്ററിൽ കൂടെ ഇവർ പാസ് ചെയ്യുമ്പോൾ ഇവരെ നമുക്ക് ഈക്വൽ ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇനി റേഡിയൽ സിമെട്രി നോക്കുകയാണെങ്കിൽ റേഡിയൽ സിമെട്രിയിൽ പ്ലെയിൻ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ബോഡിയെ നമുക്ക് ഈക്വൽ ഐഡന്റിക്കൽ ഹാഫുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സീലൻഡ്രേറ്റ്സ്, ടീനോഫോറുകൾ, അതുപോലെ എക്കൈനോഡേംസ് ഒക്കെയാണ്. ഇനി അനലിഡ്സ്, ആർത്രോപോഡ്സ് ഇവരെയൊക്കെ നമുക്ക് ബൈലാറ്ററൽ സിമിട്രി ആണ് കാണിക്കുന്നത്. അതായത് ബോഡിയെ നമ്മൾ ഒരു പ്ലെയിൻ വഴി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫുകളാണ് ബൈലാറ്ററൽ സിമിട്രിയിൽ നമുക്ക് കിട്ടുന്നത്. സോ സിമിട്രിയിൽ വരുന്ന ഏതൊക്കെയാണ് എക്സാമ്പിൾസ് എന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ബൈലാറ്ററൽ സിമിട്രിയിൽ നോക്കുകയാണെങ്കിൽ അനലിഡ്സ്, ആർത്രോപോഡ്സ്, അതുപോലെ റേഡിയൽ സിമിട്രിയിൽ നോക്കുകയാണെങ്കിൽ സീലൻഡ്രേറ്റ്സ്, ടീനോഫോറുകൾ, അതുപോലെ എക്കൈനോഡേംസ്. ഇനി അസിമെട്രിക്കൽ ആയിട്ട് ഒറ്റ ആളേ ഉള്ളൂ, അത് സ്പോഞ്ചസ് ആണ്, ബിലോങ്ങിങ് ടു ദ ഫൈലം ഓഫ് പോറിഫെറ. An undifferentiated layer mesoglea is present in option A triploblastic, option B diploblastic, option C insects, option D coelomates. സോ അൺഡിഫറൻഷ്യഡ് ആയിട്ടുള്ള ലെയർ ആയ മീസോഗ്ലിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ഡിപ്ലോബ്ലാസ്റ്റിക്കിലാണ്. ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ലെയേഴ്സ് ആണ് ജെർമിനൽ ലെയേഴ്സ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എക്ടോഡോം അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ, മീസോഡോം മിഡിൽ ലെയർ, അതുപോലെ എൻഡോഡോം ഇന്നർ മോസ്റ്റ് ലെയർ ആണ്. ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയ അനിമൽസിലാണ്. സോ പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോർഡേറ്റ്സ് വരെ കാണിക്കുന്നത് ഈ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനി ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് പറയുമ്പോൾ അവർക്ക് 2 എംബ്രിയോണിക് ലെയേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്ടോഡോമും അതുപോലെ ഇന്റേണൽ ആയ എൻഡോഡോമും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരെ എന്ത് വിളിക്കും? ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് എന്ന് വിളിക്കും. ഇത് കൂടാതെ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ലെയർ ആയ മീസോഗ്ലിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദി എക്ടോഡോം ആൻഡ് എൻഡോഡോം നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? മീസോഗ്ലിയയെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഡിപ്ലോബ്ലാസ്റ്റിക് ആയ അനിമലിന് എക്സാമ്പിൾ ആണ് സീലൻഡ്രേറ്റ്സ് വരുന്നത്. In some animals, the body cavity is not lined by mesoderm. Instead, mesoderm is present as scattered pouches in between ectoderm and endoderm. Such a body cavity നെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ സീലോം, ഓപ്ഷൻ ബി എസീലോം, ഓപ്ഷൻ സി ക്വാനോസൈറ്റ്സ്, ഓപ്ഷൻ ഡി സ്യൂഡോസീലം. സോ ചില അനിമൽസിൽ ബോഡി കാവിറ്റി എന്ന് പറയുന്നത് മീസോഡേം വഴി ലൈൻഡ് ആയിരിക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് മീസോഡേം നമുക്ക് അവിടെ മീസോഡേമിനെ സ്കാറ്റേർഡ് പൗച്ചുകളായിട്ടാണ് ബിറ്റ്വീൻ എൻഡോഡേം ആൻഡ് എക്ടോഡേം കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ബോഡി കാവിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോസീലം എന്ന് പറയുന്നത്. പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കാവിറ്റി ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്ലാസിഫിക്കേഷന്റെ കാര്യത്തിൽ. ബോഡി വാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ എപ്പോഴും മീസോഡേം വെച്ച് ലൈൻഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ സീലോം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി അങ്ങനെയുള്ള അനിമൽസിനെ സീലോമുള്ള അനിമൽസിനെ വിളിക്കുന്ന പേരാണ് സീലോമേറ്റ്സ് എന്നുള്ളത്.
ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അനലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്സ്, എക്കൈനോഡേംസ്, ഹെമികോർഡേറ്റ്സ്, കോർഡേറ്റ്സ് ഇതൊക്കെ സീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ചില അനിമൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കാവിറ്റി എന്ന് പറയുന്നത് മീസോഡേം വെച്ച് ലൈൻഡ് ആയിരിക്കത്തില്ല. ഇനി മീസോഡേം എന്ന് പറയുന്നതിന് സ്കാറ്റേർഡ് പൗച്ചുകളെ പോലെയാണ് കാണാൻ സാധിക്കുന്നത് ബിറ്റ്വീൻ ദി എൻഡോഡേം ആൻഡ് ദി എക്ടോഡേം. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്യൂഡോസീലം അല്ലെങ്കിൽ സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ അതിന് വരുന്നത് ആസ്റ്റൽവിന്തസ് ആണ്. ഇനി ചില അനിമൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി കാവിറ്റി എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവില്ല. അത്തരം അനിമൽസിനെയാണ് അസീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇവർക്ക് സീലം ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ വരുന്നത് പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഒരു ഔട്ട്ലൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ്ഡം അനിമാലിയെ നമുക്ക് പല ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമ്മൾ കണ്ടു. സെല്ലുലാർ ലെവലിൽ ആകപ്പാടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഫൈലം എന്ന് പറയുന്നത് പോറിഫെറയാണ്. ഇനി ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം എന്നിങ്ങനെയാണ് ബാക്കിയുള്ളതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. റേഡിയലി സിമെട്രിക്കലും ഉണ്ട്, ബൈലാറ്ററി സിമെട്രിക്കലും ഉണ്ട്. സോ റേഡിയൽ സിമെട്രി എക്സിബിറ്റ് ചെയ്യുന്നത് സീലൻഡ്രേറ്റ അതായത് നൈഡേറിയാസ് ആണ്. അതേപോലെ ടീനോഫോറാസും റേഡിയൽ സിമെട്രി ആണ് കാണിക്കുന്നത്. ഇനി ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നവരാണ് പ്ലാറ്റിഹെൽമിന്തസ്, ആസ്റ്റൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ ആൻഡ് കോർഡേറ്റ എന്നൊക്കെ പറയുന്നത്. ഇനി ബൈലാറ്ററൽ സിമെട്രിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് മീസോഡേം, എൻഡോഡേം, എക്ടോഡേം എന്നിങ്ങനെ ജേം ലെയേഴ്സ് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. സോ ഇവിടെ വിത്തൗട്ട് ബോഡി കാവിറ്റി ഉള്ളവരെ നമ്മൾ അസീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നു. അതിൽ വരുന്നതാണ് പ്ലാറ്റിഹെൽമിന്തസ്. ഇനി വിത്ത് ഫോൾസ് സീലോം നമുക്ക് കാണാൻ സാധിക്കുന്നവരെ സ്യൂഡോസീലോമേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആസ്റ്റൽമിന്തസ്. ഇനി ട്രൂ സീലോം അല്ലെങ്കിൽ സീലോമേറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നവരാണ് ബാക്കി കാറ്റഗറി ആയ അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമേറ്റ, ഹെമികോർഡേറ്റ ആൻഡ് കോർഡേറ്റ എന്ന് പറയുന്നത്. ഇനി ഫൈലം പോറിഫെറ എന്ന് പറയുന്നത് എന്താണ്? സിമെട്രി നോക്കുകയാണെങ്കിൽ അസിമെട്രിക്കൽ ആണ് ഫൈലം പോറിഫെറ എന്ന് പറയുന്നത്. സീലോമേറ്റ്സ്, അസീലോമേറ്റ്സ്, സ്യൂഡോസീലോമേറ്റ്സ് ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സ്യൂഡോസീലോമേറ്റ്സിന് എക്സാമ്പിൾ ആണ് റൗണ്ട് വേംസ് എന്ന് പറയുന്നത്. അസീലോമേറ്റിന് എക്സാമ്പിൾ ആണ് ഫ്ലാറ്റ് വേംസ് എന്ന് പറയുന്നത്. ഇനി അനലിഡ്സ്, അതുപോലെ ആർത്രോപോഡ്സ്, എക്കൈനോഡെംസ്, കോർഡേറ്റ്സ് അതായത് എർത്ത് വേംസ്, ഇൻസെക്റ്റുകൾ, ബട്ടർഫ്ലൈസ്, ഫ്രോഗ്, ഹ്യൂമൻസ് ഇതൊക്കെ എന്താണ്? സീലോമേറ്റ് അഥവാ യൂസീലോമേറ്റ്സ് അതായത് ട്രൂ സീലം ഉള്ളവരെയാണ് നമ്മൾ യൂസീലോമേറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതൊക്കെയാണ് ആർക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? സീലോമേറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. Metamerism is shown by dash. Option A butterfly, option B frog, option C crocodile, option D earthworm. Metamerism കാണിക്കുന്നത് ഓപ്ഷൻ ഡി എർത്ത് ചില അനിമൽസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും അവരെ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ സീരിയൽ ആയിട്ടുള്ള റിപ്പീറ്റേഷൻ കാണിക്കുന്നതും ഉണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ആണ് എർത്ത് എന്ന് പറയുന്നത്. ഇവർക്ക് ഇത്തരത്തിലൊരു ബോഡി പാറ്റേൺ ആണ്, അതായത് മെറ്റാമറിക് ആയിട്ടുള്ള സെഗ്മെന്റേഷൻ ആണ് എർത്ത് വോമിന് ഉണ്ടായിരിക്കുന്നത്. സോ ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെറ്റാമെറിസം. ഫ്ലെയിം സെൽസ് ഹെൽപ്പ് osmoregulation and excretion in option A cnidarians, option B mammals, option C earthworm, option D platyhelminthes. ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത് ഓസ്മോ റെഗുലേഷനും അതുപോലെ എക്സ്ക്രീഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ഓപ്ഷൻ ഡി പ്ലാറ്റിഹെൽമിന്തസ്. ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമാലിയ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ പ്ലാറ്റിഹെൽമിന്തസ്, ഓപ്ഷൻ ബി അനലിഡ, ഓപ്ഷൻ സി ആർത്രോപോഡ, ഓപ്ഷൻ ഡി എക്കൈനോഡെർമ്സ്. ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമാലിയ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആർത്രോപോഡയാണ്. ആർത്രോപോഡയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻസെക്റ്റുകളെയൊക്കെയാണ്. ഇൻസെക്റ്റുകൾ, ബട്ടർഫ്ലൈസ്, കോക്രോച്ച് ഇതൊക്കെ ആർത്രോപോഡയിലാണ് വരുന്നത്. ആർത്രോപോഡുകളുടെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അവരെ കവർ ചെയ്തിരിക്കുന്നത് കൈറ്റിനസ് ആയിട്ടുള്ള എക്സോസ്കെൽട്ടൻ വഴിയായിട്ടാണ്. ഇവരുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നിങ്ങനെ 3 സെഗ്മെന്റ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ജോയിന്റഡ് ആയിട്ടുള്ള അപ്പാൻഡേജസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആർത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ജോയിന്റ് എന്നാണ്. പോഡ എന്ന് വെച്ചാൽ എന്താണ്? അപ്പാൻഡേജസ് എന്നാണ്. ഇനി ആർത്രോപോഡയുടെ റെസ്പിറേറ്ററി ഓർഗൻ നോക്കുകയാണെങ്കിൽ ഗിൽസ്, ബുക്ക് ലങ്സ്, അതുപോലെ ബുക്ക് ഗിൽസ്,
ട്രക്കിയൽ സിസ്റ്റം ഒക്കെയും റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് ഡിഫറെന്റ് ഓർഗാനിസത്തിലും വരുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ ആണ്, അതായത് കാപ്പിലറീസ്, ആർട്ടറീസ്, വെയിൻസ് ഇങ്ങനെയുള്ള വെസൽസ് ഒന്നും തന്നെ, ബ്ലഡ് വെസൽസ് ഒന്നും തന്നെ സർക്കുലേഷൻ സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി സെൻസറി ഓർഗൻ നോക്കുകയാണെങ്കിൽ ആന്റിന, ഐസ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആവാം, സിമ്പിൾ ആവാം, സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻസ് ഒക്കെ പ്രസന്റ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി എക്സ്ക്രീഷൻ നടക്കുന്നത് മാൽഫീസിയൻ ട്യൂബ്യൂൾസ് വഴിയായിട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോൺ കോർഡേറ്റ്? സോ നോൺ കോർഡേറ്റിൽ പെടാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സ്പോഞ്ചസ്, ഓപ്ഷൻ ബി അനലിഡ്സ്, ഓപ്ഷൻ സി ടീനോഫോള, ഓപ്ഷൻ ഡി ഫ്രോഗ്. സോ നോൺ കോർഡേറ്റ്, അതായത് നട്ടലില്ലാത്ത ജീവികളെയാണ് നോൺ കോർഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നട്ടിലുള്ള ജീവി ഏതാണ്? ഫ്രോഗ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നോട്ടോകോഡ് എന്ന് പറയുന്നത് മീസോഡെർമലി ഡിറൈവ് ചെയ്ത റോഡ് ലൈക്ക് ആയ ഒരു സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ഡോർസൽ സൈഡ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഇൻ സം അനിമൽസ്. നമുക്ക് കാണാം, ഇതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അനിമൽസ് വിത്ത് നോട്ടോകോഡിനെയാണ് കോർഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ സ്ട്രക്ചർ ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? നോൺ കോർഡേറ്റ്സ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ വരുന്നതാണ് പോറിഫെറ മുതൽ എക്കൈനോഡെർമ്സ് വരെയുള്ള ഫൈലം എന്ന് പറയുന്നത്. The body of sponges is supported by a skeleton made up of option A spicules or spongin fibers, option B ostia, option C osculum, option D choanocytes. Body of sponges is supported by skeleton which is made up of option A spicules or spongin fibers ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സ്പോഞ്ചസിന് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം പ്രസന്റ് ആയിരിക്കും. വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഓസ്റ്റിയ വഴിയായിട്ടാണ്. അത് നമ്മുടെ ബോഡി വാളിലാണ് കാണാൻ സാധിക്കുന്നത്. ഇൻടു അവരുടെ സെൻട്രൽ ക്യാവിറ്റിയിലോട്ടാണ് ഈ പറയുന്ന വെള്ളമൊക്കെ പോകുന്നത്. ആ ക്യാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചിയോസീൽ എന്ന് പറയുന്നത്. ഇനി where it goes out through osculum, ഓസ്കുലം വഴിയായിട്ടാണ് അത് പുറത്തു പോകുന്നുണ്ടാവുക. ആൻഡ് ഈ പാത്വേ എന്ന് പറയുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഫുഡ് ഗ്യാദർ ചെയ്യുന്നതിന്, റെസ്പിറേറ്ററി എക്സ്ചേഞ്ചിന്, വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിനൊക്കെ തന്നെയും ഹെൽപ്ഫുൾ ആണ്. കോവാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാർ സെൽസ് എന്ന് പറയുന്നത് സ്പോഞ്ചിയോസീലിനെ ലയൻ ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവരുടെ ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലാർ ആണ്. ബോഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ സ്കെൽട്ടൺ വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് സ്പൈക്യൂൾസ് ഓർ സ്പോഞ്ചിൻ ഫൈബേഴ്സ്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഡൈജഷൻ ആണ്. ഇവിടെ ഫുഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടും സെല്ലിനകത്തോട്ടാണ് എടുക്കുന്നത്. ആൻഡ് അവർ ഡൈജസ്റ്റ് ആവുന്നതും സെല്ലിനകത്ത് വെച്ച് തന്നെയായിരിക്കും. Cnidarians exhibit basic body forms called option A polyp and medusa, option B hypostome, option C collar cells, option D spongiocele. Cnidarians എക്സിബിറ്റ് ചെയ്യുന്ന ബേസിക് ബോഡി ഫോംസ് ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ പോളിപ്പ് ആൻഡ് മെഡൂസയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നൈഡേറിയൻസ് രണ്ട് ബേസിക് ഫോംസ് ആണ് കാണിക്കുന്നത്, പോളിപ്പും അതുപോലെ മെഡൂസയും. ഫോർമർ അതായത് പോളിപ്പ് എന്ന് പറയുന്നത് സെസൈൽ ആയ സിലിണ്ട്രിക്കൽ ഫോം ആണ്. ഹൈഡ്രയുടെ പോലൊരു അപ്പിയറൻസ് ആണ് ഇവിടെ നമുക്ക് പോളിപ്പിന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പിന്നീടുള്ള മെഡുസ എന്ന് പറയുന്ന ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് അംബർല ഷേപ്ഡ്, ജെല്ലി ഫിഷ് പോലെയാണ് നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നൈഡേറിയൻസ് രണ്ട് ഫോമിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ഫോമിൽ ആവാനായിട്ട് അവർ എക്സിബിറ്റ് ചെയ്യുന്ന മെക്കാനിസം ആണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് പോളീപ്സുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അസെക്ഷൽ ആയിട്ട്. അങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മെഡൂസ ഫോം ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവര് പോളിപ്പായി മാറുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വഴിയായിട്ട് ഈ രണ്ട് ബോഡി ഫോമിലും നൈഡേറിയനെ കാണാനായിട്ട് സാധിക്കുന്നത്. Bioluminescence is well marked in option A Cnidaria, option B sponges, option C echinoderms and platyhelminthes, option D Ctenophora. So option D Ctenophora ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ടീനോഫോറുകളെ കോമൺ ആയിട്ട് വിളിക്കുന്നത് സീ വാൾനട്ട് അഥവാ കോം ജെല്ലീസ് എന്നൊക്കെയാണ്. ഇവർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്. റേഡിയൽ സിമിട്രി ആണ് ഇവർക്കുള്ളത്.
ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന ടീനോഫോർ എന്ന് പറയുന്നത്. ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ് ടീനോഫോറുകൾ കാണിക്കുന്നത്. ഇനി ഇവരുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ 8 എക്സ്റ്റേണൽ റോ ഓഫ് സീലിയേറ്റഡ് കോംപ്ലേറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സീലിയേറ്റഡ് ആയിട്ടുള്ള കോംപ്ലേറ്റ്സ് വഴിയായിട്ടാണ് ഇവരുടെ ലോക്കോമോഷൻ നടക്കുന്നത്. ഇനി ബയോലുമിനസെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി shown by the living organism to emit light. ഇത് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ടീനോഫോറുകളിലാണ്. Cnidoblast are not used for option A anchorage, option B defense, option C storage of food, option D capture of prey. നൈഡോബ്ലാസ്റ്റുകളെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഫൈലം സീലൻഡ്രേറ്റ അഥവാ നൈഡേറിയ എന്ന് പറയുന്നത് മോസ്റ്റ്ലി അക്വാട്ടിക് ആയ മറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ഇവർ നമുക്ക് സെസൈൽ ആയിട്ടും അതുപോലെ ഫ്രീ സ്വിമ്മിംഗ് ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർക്ക് റേഡിയൽ സിമെട്രി ആണ് കാണുന്നത്. ഇനി നൈഡേറിയ എന്ന് പറയുന്ന പേര് തന്നെ വന്നത് ഈ നൈഡോബ്ലാസ്റ്റുകളിൽ നിന്നാണ് അല്ലെങ്കിൽ നൈഡോസൈറ്റുകളിൽ നിന്നാണ്. ഇവർക്ക് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ നിമറ്റോസൈസ്റ്റുകൾ പ്രസന്റ് ആയിരിക്കും. ആൻഡ് അവരുടെ ടെൻഡാക്കിൾസിലാണ് ഈ പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നൈഡേറിയൻസിന് എക്സിബിറ്റ് ചെയ്യുന്നത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ ആണ്. അതുകൂടാതെ ഇവര് ഡിപ്ലോബ്ലാസ്റ്റിക്കും കൂടിയാണ്. ഇനി ഇവർക്കുള്ള സെൻട്രൽ ഗാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിക്ക് സിംഗിൾ ഓപ്പണിംഗ് ആണുള്ളത്. മൗത്ത് നമുക്ക് ഹൈപ്പോസ്റ്റോമില് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസും സജഷൻസും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.